നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റീഡിംഗ് എടുക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെയും ദോഷത്തിനെയും പറ്റിയാണ്. അവരെ പ്രണയിക്കുന്നവർക്ക് എന്തൊക്കെ ടെൻഷൻസും പ്രതിസന്ധികളുമാണ് നേരിടേണ്ടി വരിക, അവരുടെ കുടുംബം സുരക്ഷിതമാകുമോ, വിശ്വസിക്കാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ റീഡിങ്ങിൽ പറയാൻ പോകുന്നത്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിക്കുന്നവർക്ക് തരുന്ന മെസ്സേജാണ് യൂണിവേഴ്സിൻ്റെ. വീഡിയോയിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. യൂണിവേഴ്സ് ഗൈഡ് മീ, യൂണിവേഴ്സ് ഗൈഡ് മീ, ഗൈഡ് മീ യൂണിവേഴ്സ്, ഗൈഡ് മീ, guide me universe. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആനിമൽ സ്പിരിറ്റിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രത്തെ പറ്റി ആനിമൽ സ്പിരിറ്റിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓരോ കാർഡും ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ക്യൂൻ ഓഫ് സോർഡ്സ്, 8 ഓഫ് വാൻഡ്സ്, ദ ഹെർമിറ്റ് കാർഡ്, ദ മജീഷ്യൻ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് വാൻഡ്സ് ആൻഡ് 6 ഓഫ് സോർഡ്സ്. റീഡിംഗ് തുടങ്ങാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രണയബന്ധത്തിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും വിശ്വസ്തത, വിവേകം, സ്വതന്ത്ര ചിന്ത തുടങ്ങിയവ ഇവർക്കുണ്ട്. ഇവർക്ക് എന്ത് കാര്യത്തിലും ഉറച്ച തീരുമാനമുള്ളവരായിരിക്കും. അവർ എന്ത് തീരുമാനം എടുത്താലും അത് വളരെ ഉറച്ചതായിരിക്കും. ആ തീരുമാനത്തെ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും മാറ്റുവാൻ പോലും സാധിക്കുകയില്ല. പബ്ലിക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ അമിതമായി വാത്സല്യമോ സ്നേഹമോ ഇൻറ്റിമസിയോ ഇവരൊന്നും കാണിക്കത്തില്ല. അങ്ങനെ കാണിക്കാൻ ഇവർക്കൊട്ട് താല്പര്യവുമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹമായിരിക്കും ഇവർക്ക് നിങ്ങളോട്. ഇവരുടെ സ്നേഹം വളരെ സത്യസന്ധവും ഉറച്ചതുമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്നേഹബന്ധത്തിൽ ഇവർ 100% കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നതാണ്. ഇവർ നിങ്ങളോട് സ്നേഹം കാണിക്കുമ്പോൾ തന്നെ അത് ഇവരുടേതായിട്ടുള്ളൊരു ശൈലിയിലായിരിക്കും കാണിക്കുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നും ആയിരിക്കില്ല. ഇത് ഇവർക്ക് ഇവരുടേതായ ശൈലി കാണും. പിന്നെ ഇവർ വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. അവരെന്തും നിങ്ങളോട് തുറന്ന് പറയും. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നതാണെങ്കിൽ തന്നെയും അവരത് തുറന്ന് പറയുന്നവരായിരിക്കും. ഒന്നും മനസ്സിൽ വെച്ച് അവർ പെരുമാറുകയില്ല. ഇവർ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ തന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവർക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്ത് തന്നെ റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാലും അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. റിലേഷൻഷിപ്പിൽ ഇവർ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഇവർ സ്നേഹിക്കുന്ന വ്യക്തികളോട് വളരെ ആഴമേറിയ സ്നേഹമായിരിക്കും കാണിക്കുന്നത്. ഇവർ സ്നേഹിക്കുന്നവരെ ഒരുപാട് സന്തോഷകരമായി വയ്ക്കുവാനും പുറത്തു കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണിവർ. നിങ്ങളുമായി വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യാനും സപ്പോർട്ടീവുമായിട്ടുള്ള ഒരു പാർട്ട്ണറായിരിക്കും ഇവർ. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും പെട്ടെന്ന് ഇവർ മൂഡ് ഓഫ് ആവാനും സാധ്യതയുണ്ട്.
ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തിയാലോ നിങ്ങൾ വിഷമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കതൊട്ടും ഉൾക്കൊള്ളാനും സഹിക്കുവാനും സാധിക്കുകയില്ല. പ്രണയബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും നിലനിർത്തുവാനും എന്ത് ത്യാഗവും ചെയ്യുന്നവരാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഇങ്ങനെ ഈ ഒരു പ്രണയബന്ധം വീണ്ടും ദൃഢമുള്ളതാക്കാമെന്നുള്ള ചിന്തയിലായിരിക്കും മിക്ക സമയം ഇവർ. പ്രണയബന്ധത്തിൽ വളരെയധികം മെച്യൂരിറ്റി കാണിക്കുകയും നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം തരുന്നവരുമായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. കുടുംബത്തിനായിരിക്കും ഇവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഇവരൊരു ഫാമിലി മാൻ ആയിരിക്കും. പ്രണയബന്ധത്തിൽ തുടരുമ്പോൾ തന്നെ ഇവരൊരു കംപ്ലീറ്റ് ഫാമിലി മാൻ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് പോലും. ഒരുപാട് ആഗ്രഹങ്ങളും, അതായത് ഈ പ്രണയബന്ധത്തിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ്. പ്രണയബന്ധത്തിൽ വളരെയധികം വിശ്വസിക്കാൻ സാധിക്കുന്ന നക്ഷത്രത്തിൽ ഒന്നാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. അവർ നിങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കുവാനും സ്വന്തമാക്കാനും എന്ത് ത്യാഗവും അവർ സഹിക്കുന്നതാണ്. ഏതറ്റം വരെ പോകുവാനും അവർ തയ്യാറായിട്ടുള്ളവരാണ്. ഇവർ കൂടുതലും സ്നേഹം കാണിക്കുന്നത് ഇവരുടെ വാക്കുകളിൽ കൂടി ആയിരിക്കില്ല, ഇവരുടെ പ്രവൃത്തിയിൽ കൂടിയായിരിക്കും. ഇവർ പ്രണയബന്ധത്തിൽ ഒട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കത്തില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള മുഖവും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഫേസുമായി നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവർ. നിങ്ങളുടെ കാര്യത്തിൽ ഓവർ കെയറിങ് ആയിരിക്കും ഇവർക്ക്. ഇവർ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ വളരെ ബോൾഡായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇവർക്ക് കൂടുതൽ ആഗ്രഹം. ഇവരുടെ ആഗ്രഹങ്ങൾ ഇതായതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ സ്നേഹിക്കുന്നവരെ ഇവർ ആ ഒരു രീതിയിലോട്ടാക്കിയെടുക്കാനും ഇവർ ഒരുപാട് ശ്രമിക്കുന്നതായിരിക്കും. ഇവർ എന്ത് കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയും. ഒന്നും ഉള്ളിൽ ഒതുക്കാതെ എന്ത് രഹസ്യമാണെങ്കിൽ തന്നെയും നിങ്ങളോട് മാത്രം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇവർക്കുള്ളത്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പോലും ഓർക്കാതെ തന്നെ അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരാണിവർ. പക്ഷേ ആ ഒരു ഫ്രീഡം, അവർ നിങ്ങളോട് തുറന്നു പറയാൻ കാണിക്കുന്ന ആ ഒരു ഫ്രീഡം നിങ്ങൾ അവരോട് എടുക്കുന്നത് അവർക്ക് ഇഷ്ടമാവില്ല എന്നല്ല, പക്ഷേ നിങ്ങൾ അവരുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്ത് കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അപ്രിയകരമായ സത്യങ്ങളാണെങ്കിൽ പോലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും അവരുടെ റിയാക്ഷൻ പോലും. അതുകൊണ്ട് ഇവരോട് കാര്യങ്ങൾ പറയുന്നത് വളരെ സൂക്ഷിച്ച് വേണം. എന്ത് കാര്യങ്ങൾ നിങ്ങൾ അവരോട് തുറന്നു പറയാൻ ശ്രമിച്ചാലും അവരെ ആദ്യം അവരുടെ മൂഡ്, അവരുടെ സിറ്റുവേഷനും എല്ലാം ഒന്ന് നോക്കി അവരുടെ മനസ്സിനെ ഒന്ന് മയപ്പെടുത്തിയിട്ട് വേണം ഇവരോട് സംസാരിക്കുവാൻ. നിങ്ങളോട് അവർ മെച്യൂർഡായിട്ട് പെരുമാറുന്നത് പോലെ നിങ്ങളും തിരിച്ച് അവരോട് മെച്യൂർഡായിട്ട് പെരുമാറണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ പോലും ഉള്ളിൽ വെക്കാതെ പുറമേ സ്നേഹം കാണിക്കണം, അതായത് അവർക്ക് പുറമേ നിങ്ങളുടെ സ്നേഹം വേണം എന്നും ആഗ്രഹിക്കുന്നവരാണ് ഇവർ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൂടി മാത്രമല്ല നിങ്ങളുടെ വാക്കുകളിൽ കൂടിയും സ്നേഹം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുന്നവരോട് യൂണിവേഴ്സ് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്തെന്നാൽ ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ വളരെ ദേഷ്യക്കാരായിരിക്കും, മുൻകോപികളായിരിക്കും. ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ എങ്ങനെ പെരുമാറുമെന്ന് ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹത്തിൽ വളരെയധികം സത്യസന്ധത പുലർത്തുന്നവരുമായിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ പറയുന്നത് ഇവരനുസരിക്കും എന്നുണ്ടെങ്കിൽ തന്നെയും ഫാമിലിപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും തീരുമാനം എടുക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു കുറവും തന്നെ വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സന്തോഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും നിങ്ങളെ ഒരു രാജകുമാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു രാജകുമാരനായിട്ടോ വാഴ്ത്താനായിരിക്കും ഇവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവ് വരുത്താതെയും നിങ്ങളെ വളരെയധികം സന്തോഷത്തോടുകൂടിയും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പിന്നെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഭയങ്കര ദേഷ്യമാണെങ്കിൽ തന്നെയും അവർ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അവരുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയും അവർ കുറച്ച് കഴിഞ്ഞ് നിങ്ങളോട് തന്നെ അവർ തന്നെ വന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രണയബന്ധങ്ങളെപ്പറ്റി വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ പേരൻസ് അവർക്ക് എതിരെ നിന്നാൽ പോലും
പേരൻസിൻ്റെ എതിർപ്പിനെ പോലും അവർ വകവയ്ക്കത്തില്ല. നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി പേരൻസിൻ്റെ മുമ്പിൽ തന്നെ അവർ വളരെ ഒരു പേടിയില്ലാതെയും ഭയങ്കര ബോൾഡായിട്ടുമായിരിക്കും അവർ സംസാരിക്കുന്നത്. നിങ്ങളുടെ വിഷയത്തിനെ പറ്റി വളരെ ധൈര്യപൂർവ്വമായിരിക്കും അവരവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. ആരോടാണെങ്കിലും യുദ്ധം ചെയ്യാനും അവർക്കൊരു മടിയുമില്ല. വളരെയധികം എടുത്തുചാട്ടവും സ്വതന്ത്ര ചിന്താഗതിയും ദേഷ്യവുമുള്ള ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് സ്നേഹിക്കാവുന്നതാണ്. പ്രണയബന്ധത്തിൽ ഇവർ ഒരിക്കലും നിങ്ങളെ ചതിക്കുകയില്ല. ഇവരുടെ എടുത്തുചാട്ടവും ഇവരുടെ ദേഷ്യവും നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക. അത് നിങ്ങളെ കൊണ്ട് വളരെ വേഗത്തിൽ സാധിക്കുന്നതുമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുമായിട്ടുള്ള കുടുംബജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സുരക്ഷിതരായിരിക്കും. നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഇവരെ 100% വിശ്വസിക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഈ റീഡിംഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവരുടെയും കമൻസിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്ത റീഡിങ്ങുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.